സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇന്നത്തെ കാലഘട്ടത്തിൽ മാനസിക ആരോഗ്യത്തിനുള്ള പ്രാധാന്യം എന്താണ്? മാനസികാരോഗ്യത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ കൂടുതലും ശാരീരിക ആരോഗ്യത്തിനാണ് സാധാരണ ജനങ്ങളെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത്. ശരീരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിറ്റാക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിലും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് മനസ്സിൻ്റെ ആരോഗ്യം. കാരണം ശരീരം എത്ര ഫിറ്റാണെന്ന് പറഞ്ഞാൽ പോലും മനസ്സ് ചെറുതായിട്ടൊന്ന് ഇളകിയാൽ മതി, ആ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ കംപ്ലീറ്റ് മാറി മറിയും. അതുകൊണ്ട് മാനസികാരോഗ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ഈ പറയുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക രോഗങ്ങൾ, ഡിപ്രഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ വളരെയധികം കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രവണതകൾ, ഈ ബലാത്സംഗ കേസുകൾ, അതേപോലെ തന്നെ മോഷണ ശ്രമങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം കൂടിക്കൂടി ദിനംപ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാനസികാരോഗ്യം വളരെയധികം വർദ്ധിപ്പിച്ചേ മതിയാവും. സർ, എന്താണ് മാനസികാരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കയറി വരും. അപ്പം ആ സമൂഹവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനും അതോടൊപ്പം തന്നെ ആ സമൂഹത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളെയും അവസ്ഥകളെയും ചുറ്റുപാടുകളെയും സമാധാനപരമായും അതൊരു വിജയകരമായും യാഥാർത്ഥ്യബോധത്തോടു കൂടി ഓവർകം ചെയ്യാനുള്ള, തരണം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. സർ, നമ്മുടെ ഈ മാനസികാരോഗ്യം നിലനിർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മാനസികാരോഗ്യം നിലനിർത്താനായിട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായും ചെയ്യേണ്ടത്, ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ ആദ്യം നമ്മളൊന്ന് നമ്മുടെ ഉറ്റവരോടോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ഒന്ന് തുറന്നു പറയാനായി സമയം കണ്ടെത്തുക, ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉറ്റവർ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്കൊരു കൗൺസിലറിനെയോ സൈക്കോളജിൻ്റെയോ സേവനം തേടാവുന്നതാണ്. പക്ഷേ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എന്താണ്, തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാനായി ശ്രമിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ വീട്ടിലുള്ള ആൾക്കാർ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തുകയും വേണം. കാരണം ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം ബെറ്റർ ആയെങ്കിൽ മാത്രമേ ബാക്കി വീട്ടിലുള്ള അംഗങ്ങൾക്കും ഈ പറയുന്ന രീതിയിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? വീട്ടിലെ ഒരാൾ പ്രശ്നമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതെല്ലാം മറ്റുള്ളവരെ എല്ലാം അഫക്റ്റ് ചെയ്യില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇതേപോലെ തന്നെ മറ്റുള്ളവരെ കേൾക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും കാര്യങ്ങൾ തുറന്നു പറയാനുമുള്ള ഒരു സാഹചര്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോഷകാഹാരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നല്ല പോഷകാഹാരങ്ങൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ആ പോഷകാഹാരങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് നല്ലൊരു ആരോഗ്യം, ശാരീരികാരോഗ്യം വർദ്ധിക്കുന്നതനുസരിച്ച് മാനസികാരോഗ്യം വർദ്ധിക്കും. ഉറക്കം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉറക്കം ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ സമയം വരെയെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഉറക്കം വളരെ നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. ആ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ധാരാളം പഴവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ പാല്, അതോടൊപ്പം തന്നെ ബദാം, ഇങ്ങനെയുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് ഈ മെലറ്റോണിൻ ഹോർമോൺ നമുക്ക് ലഭിക്കുകയും നമുക്ക് സുഖകരമായ ഉറക്കം ലഭിക്കുകയും ചെയ്യും. ചില വ്യക്തികളൊക്കെ ഈ രാത്രിയിലെ ഉറക്കത്തിന് വേണ്ടി മദ്യത്തെ ലഹരിയൊക്കെ ഒരു സമീപിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനൊന്നും അല്ല, താൽക്കാലികമായ സൊല്യൂഷനും അല്ല. അതൊന്നും നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെറിയ രീതിയിൽ ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ ഈ മദ്യം കഴിക്കുന്ന സമയത്ത് ഓരോ ദിവസവും അത് കഴിച്ച് നിങ്ങൾ ആ മദ്യത്തിനല്ല ലഹരിക്ക് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുവഴി നിങ്ങളുടെ കുടുംബത്തിലും പ്രശ്നമുണ്ടാക്കും, നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെയിൽ കൊള്ളുക എന്നുള്ളത്. രാവിലെ ഉറക്കമുണർന്ന് എണ്ണിച്ച് കഴിഞ്ഞാൽ ഒരു 7 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത്, ഒരു 7 തൊട്ട് 7 വരെയൊക്കെയാണ് കുറച്ചുകൂടെ ഏറ്റവും നല്ല. കാരണം ആ സമയത്ത് വെയിലിൻ്റെ കാഠിന്യം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ 7 to 7:30 ആ സമയത്തൊക്കെ ഒരു അരമണിക്കൂർ സമയം രാവിലെ വെയിൽ കൊള്ളുകയാണെങ്കിൽ ധാരാളം എനർജി, വൈറ്റമിൻ ഡി ഉൾപ്പെടെയുള്ള ധാരാളം വൈറ്റമിൻസ് നമുക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുകയും
നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എനർജി ലഭിക്കുകയും ചെയ്യും. നല്ല ഊർജ്ജം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യവും ലഭിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാവിലത്തെ ഈ സൂര്യൻ്റെ എനർജി, സൂര്യൻ്റെ ആ വെളിച്ചം കൊള്ളുന്നത് നന്നായിരിക്കും, വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെയാണ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് രാത്രിയിൽ ഈ പറയുന്ന പോലെ 7 to 9 ആ സമയത്ത് നമ്മുടെ ചന്ദ്രൻ്റെ, മൂണിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ എനർജി റിസീവ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പം ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മൂണിൽ നിന്നാണ്. സോ അത് റിസീവ് ചെയ്യുന്നതും വളരെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടാസ്കുകൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള വിനോദങ്ങൾ കാണുമായിരിക്കും. അതൊക്കെ ദിവസവും, ഈ വിനോദം ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് ദോഷകരമാവാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം വേറെ തെറ്റിദ്ധാരണ വേണ്ട. ഇഷ്ടമുള്ള ഓരോ ടാസ്കുകൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ടതായ കാര്യങ്ങൾ നിങ്ങളൊരു ബുക്കിനകത്ത് എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് കൃത്യമായി ഓരോരോ ടാസ്കുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ടിക്ക് ചെയ്ത് പോവുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായി ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷവും നല്ല ആരോഗ്യവും ലഭിക്കും. പിന്നെ റിലേറ്റീവ്സിനൊപ്പം, കുടുംബാംഗങ്ങളെല്ലാം ഉൾപ്പെടെ വല്ലപ്പോഴും ഒരു ഉല്ലാസ യാത്ര ഫ്രണ്ട്സിനൊപ്പം ഒക്കെ വല്ലപ്പോഴും ഒരു ഉല്ലാസ യാത്ര പോകും. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നത് വളരെ നല്ല ഒരു മാനസികാരോഗ്യം, നല്ല സന്തോഷം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ചില വ്യക്തികൾക്ക് ചിരിക്കാനായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളുണ്ട്. കാരണം അവരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളാവാം അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സോ അങ്ങനെ വരുന്നത് അത് എപ്പോഴും ഒരു വിഷാദഭാവം, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു വിഷാദഭാവത്തിൽ നിന്ന് മാറാനായിട്ട് ഏറ്റവും നല്ലത് അറിഞ്ഞുകൊണ്ട് മുഖത്തൊരു ചിരി വരുത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും നല്ല ചിരി, നല്ല തമാശ നിറഞ്ഞ ധാരാളം സീരിയലുകൾ, തമാശ നിറഞ്ഞ ധാരാളം എന്താ പറയുന്നത് ഈ സിനിമകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണും. സീരിയൽ കാണാൻ ഇന്നത്തെ കരയുന്ന സീരിയൽ നിങ്ങൾ കാണരുത് കേട്ടോ. അത് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഓപ്പോസിറ്റായിട്ടുള്ള റിസൾട്ടായിരിക്കും വരുത്തുന്നത്. സന്തോഷം തരുന്നതായിട്ടുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ കാണുന്ന വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിരിക്കാനും നല്ല രീതിയിൽ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യാനും അത് സഹായിക്കും. അത് മാനസികാരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സൈക്ലിങ്, അതേപോലുള്ള വ്യായാമങ്ങൾ ദിവസവും കുറഞ്ഞൊരു അരമണിക്കൂർ സമയമെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ശരീരത്തിലെ പ്രധാനപ്പെട്ട ഹാപ്പി ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. സൈക്ലിംഗ് നല്ലതാണ്, രാവിലെ ഓടാൻ പോകുന്നത് നല്ലതാണ്, നടക്കാൻ പോകുന്നത് നല്ലതാണ്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങൾ ആദ്യം സ്വയം നിങ്ങളെ സ്നേഹിക്കാനും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നിങ്ങൾക്ക് തെറ്റായ പ്രവൃത്തികൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയെടുക്കാനും, അത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വയം ക്ഷമിക്കുവാനും, അത് ആരോടെങ്കിലും ആണ് തെറ്റ് ചെയ്തിരിക്കുന്നത് അവരോട് നിങ്ങൾക്ക് മാപ്പ് പറയുവാനും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം അംഗീകരിക്കുവാനും സാധിക്കണം. അത് വലിയൊരു കാര്യമാണ്. ആദ്യം പ്രധാനമായിട്ട് നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കണം. മനസ്സിലായി? അപ്പം നമ്മൾ സ്വയം സ്നേഹിക്കുക, സ്വയം നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കുക, നമ്മളെ തന്നെ സ്വയം അംഗീകരിക്കുക. ഈ 3 കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോടും നന്ദി പറയുക, മാതാപിതാക്കളോടും നന്ദി പറയുക, അതിനനുകൂലമായ സാഹചര്യങ്ങൾ തന്ന ഓരോ ഘടകങ്ങളോടും അല്ലെങ്കിൽ ഓരോ ആൾക്കാരോടും നന്ദി പറയാനായിട്ട് ഒരു താങ്ക്ഫുൾനെസ്, ഒരു ഫോർഗീവ്നെസ്, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നല്ല ഇല്ലേ, അവരിൽ നിന്ന് കിട്ടുന്നതായ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നല്ലതായിരിക്കത്തില്ലേ. ഇതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയുക എന്നുള്ളത് അല്ലേ. എന്തോരം സപ്പോർട്ടാണ് പ്രപഞ്ചം നമുക്ക് ചെയ്യുന്നത്, പല പല കാര്യങ്ങളും അല്ലേ. അടുത്ത് പറയേണ്ടതായിട്ട് ആവശ്യമില്ല. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫ് എനർജി അല്ലേ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതുള്ള നല്ല ഹെൽത്ത് എനർജി, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അതിനൊക്കെ നമുക്ക് ഡെയിലി നന്ദി പറയുക. ജലം, നമുക്ക് അൺലിമിറ്റഡായിട്ട് വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ജലം ലഭിക്കുന്നതിന് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ജലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു 3 ലിറ്ററെങ്കിലും ഡെയിലി ജലം കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. അതിനകത്ത് കിഡ്നി പേഷ്യൻസ് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പോലെ മാത്രമേ നിങ്ങൾ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുക. അല്ലാതെ സാധാരണ രീതിയിലൊരു വ്യക്തി ഒരു 3 ലിറ്റർ ജലം ഡെയിലി കുടിക്കുന്നത് വളരെ നന്നായിരിക്കും.
അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അളവിൽ വ്യക്തി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ലഭിച്ചില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം വരും, പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ്, മറ്റുള്ള വ്യക്തികളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ ഈ നിമിഷം പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് ജീവിതത്തെ ഒരു ആയാസരഹിതമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഡോണ്ട് ബി ടു സീരിയസ്. വലിയൊരു സീരിയസ് ആയിട്ട് ജീവിതത്തെ അപ്രോച്ച് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അതോടൊപ്പം തന്നെ ഈ ലഹരിയുടെ ഉപയോഗം അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കും ഈ ചെറുപ്പക്കാർക്ക് മുതിർന്നവരെല്ലാം ഈ ലഹരിയുടെ ഉപയോഗം ധാരാളം കൂടി വരുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയൊരു സുഖത്തിന് വേണ്ടി മാത്രമാണ് അവർ തുടങ്ങുന്നത്. പക്ഷെ അത് കൂടുതൽ ഉപയോഗിച്ച് അത് വലിയൊരു ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ്. അത് അവരുടെ ശരീരത്തിനെയും അവരുടെ മുമ്പോട്ടുള്ള സന്തോഷകരമായ ജീവിതത്തെയും നശിപ്പിക്കുന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അതാണ് അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ശാരീരികമായ അസുഖങ്ങൾ. ശാരീരിക അസുഖങ്ങൾ മൂലം അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ മൂലം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തൊരു ഡോക്ടറെ പോയി കാണുക. ആ ഡോക്ടറെ പോയി കണ്ട് അതിൻ്റെ ചികിത്സ കൃത്യമായി തേടി ആ നല്ല രീതിയിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥ കൊണ്ടുവരിക. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മാനസികാരോഗ്യം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ഏത് പ്രശ്നങ്ങളും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നതിന് മുമ്പേ തന്നെ ആ പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ചുറ്റുപാടുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ പോയി കണ്ട് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ഒരിക്കലും ഒരു മാനസികമായിട്ട് വലിയൊരു അസുഖത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഭ്രാന്തുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും അല്ല. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിനെ നമുക്ക് എങ്ങനെ ബെറ്ററാക്കാം, എങ്ങനെ നല്ലതാക്കാം, അതിനുവേണ്ടി വിദഗ്ധരായ ഒരാളുടെ ഒരു സപ്പോർട്ട്, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു രീതിയിലുള്ളൊരു മാനസികാരോഗ്യം നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ഇങ്ങനെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെ സഹായം വളരെയധികം നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം അങ്ങനെ ആവശ്യമുള്ളവർ ഉറപ്പായും അത് പ്രയോജനപ്പെടുത്തുക.